1930-ൽ ഐൻസ്റ്റീൻ സാങ്കേതിക വിദ്യയെക്കുറിച്ച് സംസാരിച്ചു. പക്ഷേ അതിലെ കാര്യങ്ങൾ ഇന്നും വളരെ പ്രസക്തമാണ്. ബെർലിനിലെ ഒരു റേഡിയോ എക്സിബിഷന്റെ ഉദ്ഘാടനമായിരുന്നു അത്. അവിടെ വെച്ച് അദ്ദേഹം നമ്മളോട് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഈ കണ്ടുപിടുത്തങ്ങൾക്കെല്ലാം പിന്നിലെ ആ ഒരു സ്പാർക്ക് എന്താണ്? ഐൻസ്റ്റീൻ പറയുന്നതനുസരിച്ച് അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലോകത്തെ അറിയാനുള്ള അടങ്ങാത്ത ആകാംക്ഷ. പിന്നെ പുതിയതുണ്ടാക്കി കളിക്കുന്നതിലുള്ള ഒരു സന്തോഷം. ഈയൊരു തീപ്പൊരിയിൽ നിന്നാണ് ഒരുപാട് മിടുക്കന്മാർ ഒന്നൊന്നായി വന്നത്. ഓരോരുത്തരും മറ്റൊരാളുടെ കണ്ടുപിടുത്തത്തിൽ നിന്ന് തുടങ്ങി. ഓസ്റ്റഡിന്റെ നിരീക്ഷണം മുതൽ ലീബന്റെ ആംപ്ലിഫയിംഗ് ട്യൂബ് വരെ പതിറ്റാണ്ടുകൾ നീണ്ട ഒരു കൂട്ടായ പരിശ്രമം. പക്ഷേ ഐൻസ്റ്റീൻ പറഞ്ഞു, ഒരു ശാസ്ത്രീയ കണ്ടെത്തലെന്ന് പറയുന്നത് ആ യാത്രയുടെ ഒരു തുടക്കം മാത്രമാണെന്ന്. അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചത് അധികമാരും ഓർക്കാത്ത ചിലരെയാണ്. അതായത് ഈ ആശയങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കുന്ന എഞ്ചിനീയർമാരെ. അവരാണ് സങ്കീർണമായ കണ്ടുപിടുത്തങ്ങളെ ലളിതമാക്കുന്നത്, എന്നിട്ടത് എല്ലാവർക്കും വേണ്ടി വൻതോതിലുണ്ടാക്കുന്നത്. ഇങ്ങനെയാണ് അവർ വിവരങ്ങളും കലയുമൊക്കെ എല്ലാവർക്കും ലഭ്യമാക്കുന്നത്, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ. പക്ഷേ ഈ വലിയ ശക്തി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ഐൻസ്റ്റീൻ അതൊരു മുന്നറിയിപ്പായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് നമ്മളൊരു പശുവിനെ പോലെ ആവരുത് എന്നാണ്. പുല്ല് തിന്നും, പക്ഷേ അതെവിടെ നിന്ന് വരുന്നു എന്നറിയില്ല. അതിന്റെ പിന്നിലെ മനുഷ്യന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ ടെക്നോളജി വെറുതെ ഉപയോഗിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഏകദേശം 100 വർഷം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ആ ചോദ്യം ഇന്നും ബാക്കിയാണ്. നമ്മൾ നമ്മുടെ ലോകത്തെ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട്?